ഇന്ന് ജനുവരി 4, 2026 ആൻഡ് ഐ നോ ഒരു മിക്ക ആൾക്കാരും ഇപ്പം തന്നെ ഈ ഒരു വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുന്നു. പക്ഷേ കുറച്ച് പേരെങ്കിലും വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതെ ഇനിയിപ്പോൾ ഈ വർഷം തുടങ്ങി ഇത്ര ദിവസമായില്ലേ, ഇനിയിപ്പോൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ജനുവരി 1 ആകുമ്പോഴത്തേക്കും നന്നാവാം, ജനുവരി 1 തൊട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം, ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. പക്ഷേ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 1 അല്ല നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ എന്നാണ് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അന്നാണ് ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതുവരെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ. ഒരു ബുക്ക് എടുക്കുക, നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് നമുക്ക് ഈ വർഷം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതും അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചേക്കുന്ന കാര്യങ്ങളും ആ ബുക്കിൽ എഴുതി വെക്കുക. മെയിനായിട്ടും ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ 12 പോയിന്റ്സിനെ ഫോക്കസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. അതുകൊണ്ട് നമ്മളിത് അത്യാവശ്യം ടൈം എടുത്ത് നല്ല സമാധാനത്തോടു കൂടി വേണം എഴുതാൻ. നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഗ്യാതറിങ് ഇമേജസ് നമുക്ക് പിൻട്രസ്റ്റിൽ മാഗസീൻസിന്നോ ഈവൻ ന്യൂസ് പേപ്പറിൽ നിന്ന് വരെ കളക്ട് ചെയ്യാം. നമ്മളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമേജിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ദിസ് ഫീൽസ് റൈറ്റ് എന്ന് തോന്നണ ആ ഒരു ഇമേജിന് വേണം നമ്മൾ സെലക്ട് ചെയ്യാം. അല്ലാതെ ഇമേജിൻ്റെ ഭംഗി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും വിഷൻ ബോർഡ് ശരിക്കും വർക്ക് ചെയ്യുമോ, എന്തിനാണ് ശരിക്കും നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കണത്, ശരിക്കും ഈ വിഷൻ ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഉത്തരം എനിക്കറിയില്ലെങ്കിലും എനിക്ക് തോന്നിയേക്കണ കുറച്ച് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ബട്ട് വി എൻഡ് അപ്പ് ഡൂയിങ് നത്തിങ്. ഇങ്ങനെ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മളൊന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ എനർജി ഡ്രെയിൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓ ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ചെയ്യാം, അങ്ങനെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട്, അതായത് എന്നെ പോലെയുള്ള ആൾക്കാർ. ഇന്ന് പ്ലാൻ ചെയ്യും, നാളെ ആകുമ്പോൾ മറക്കും. അങ്ങനെ മറക്കാതെ ഇരിക്കാനും പിന്നെ എനർജി ഡ്രെയിൻ ആവുന്ന സമയത്ത് നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആക്കാനും ഈ വിഷൻ ബോർഡ് ഉപകരിക്കും. ഡെയിലി രാവിലെ എനിക്ക് 2 മിനിറ്റ് വിഷൻ ബോർഡിൽ നോക്കണം, എന്നിട്ട് വേണം നമ്മുടെ ദിവസത്തിലെ കാര്യങ്ങൾ ചെയ്യാനെന്നാണ് ഒരു മിക്കവരും പറയണത്. അങ്ങനെ 2 മിനിറ്റ് നമ്മൾ നിന്ന് നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴെങ്കിലും നമ്മൾ ഓർക്കും ഓ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടേ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനില്ലേ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ മോട്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പണിയെടുക്കും. അങ്ങനെ ആ ഒരു ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഈ ഒരു വിഷൻ ബോർഡിലുള്ള ഒരു 50% കാര്യങ്ങളും നമുക്ക് നടന്നിട്ടുണ്ടാവും. ആൻഡ് വി സേ ഇറ്റ്സ് മാജിക്. പക്ഷെ റിയലായിട്ടും അതിൻ്റെ പുറകിലൊരു ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജസ് എല്ലാം ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ക്യാൻവയിൽ ഇമേജസ് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഇമേജസിൻ്റെ സൈസ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന്. നമ്മൾ ഈ ഇമേജിൻ്റെ സൈസ് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യില്ലേ, അപ്പോൾ ആ സൈഡിൽ WH അങ്ങനെ കാണാണ്ട, അതാണ് വിഡ്ത്തും ഹൈറ്റും. അത് സെൻറ്റിമീറ്ററിലാട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു A4 സൈസ് പേപ്പറിൽ എന്തോരം വിഡ്ത്തും ഹൈറ്റിലായിരിക്കും നമ്മുടെ ഇമേജ് വരണേന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ചെയ്യണ സമയത്ത് സൈഡിലൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് എന്തോരം സെൻറ്റിമീറ്റർ വരും നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതാട്ടെ ശരിക്കും ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ശരിക്കും ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കണ്ടേ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വലിയ സംഭവമായിട്ടും കുറേ സമയം എടുക്കുമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഒരു പാട്ടൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ശരിക്കും നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് സ്കൂൾ അസൈൻമെൻ്റ് ഒന്നല്ലല്ലോ, നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ചിന്തിക്കാനായിട്ട്. നമുക്ക് സമയമുള്ള പോലെ പയ്യനെ സമാധാനത്തോടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യാനും ഒട്ടിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളത് ഡെയിലി കാണുന്ന പോലെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലൊക്കെ അത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡെയിലി കാണും, മോട്ടിവേറ്റഡ് ആവും, നമ്മളതിനായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോഡ്സും പിന്നെ അഫർമേഷൻസും കൂടി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഒരു മിക്കവരും ചിന്തിക്കും നമ്മളിങ്ങനെ വാൾപേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും കണ്ടുകഴിയുമ്പോൾ അവർ ചിന്തിക്കില്ലേ ഓ ഈ കുട്ടിക്ക് ഈ വർഷം ഇതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കണ്ണു വെക്കോ, ഇങ്ങനെ കുറച്ച് ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റിവിറ്റി ആയിരിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റിവിറ്റി ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അവരിങ്ങനെ കണ്ണ് വെക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓറ കുറയും. അപ്പോൾ അവർ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കേൾക്കും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, അങ്ങനത്തെ നമ്മൾ വേറെ ആൾക്കാർ കണ്ണ് വെക്കും അങ്ങനെയൊന്നും ചിന്തിക്കണില്ലെങ്കിൽ നമ്മുടെ ഓറ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനത്തെ നെഗറ്റിവിറ്റി ഒന്നും നമ്മുടെ എനർജി ഡിസ്ട്രോയ് ചെയ്യില്ല. അപ്പം ഇങ്ങനെ കണ്ണ് തട്ടലൊന്നും നമ്മളെ ഏക്കുമില്ല. സോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുക. കുറേ നേരം ടേബിളിൽ നിന്ന് കട്ട് ചെയ്ത് മടുത്തപ്പോഴത്തേക്കും ഞാൻ ബെഡിലേക്ക് ഇരുന്നായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതായിരുന്നു എൻ്റെ ബെഡിൻ്റെ അവസ്ഥ. അത്യാവശ്യം നല്ലോണം ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടി ഒട്ടിക്കാനായിട്ട് നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ചൊരു കട്ടിയുള്ള ഒരു ബ്രൗൺ പേപ്പർ കുറേ നാളായിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഈ പേപ്പർ എടുക്കാമെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വലുതുമാണ്, ചെറുതായിട്ട് കട്ടിയുമുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ ബാഗ് ഉണ്ടായിരുന്നു. ഇതും കുറച്ച് കട്ടിയുള്ളതാണ്. ഇതെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ച്. ഇത് ഞാൻ പണ്ടെപ്പോഴോ ജേർണലിങ് ചെയ്യാമെന്നോർത്ത് എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇത് രണ്ടിന്നും ചൂസ് ചെയ്യണ മുന്നേ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഇമേജസും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയായിരുന്നു, ഏതാ കറക്റ്റായിട്ട് സെറ്റ് ആവാമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബ്രൗൺ പേപ്പർ ആണെങ്കിൽ കുറച്ച് വലുതായിരുന്നു. ഇത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ സ്പേസ് വെറുതെ വരുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആ പേപ്പർ ബാഗിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ബ്രൗൺ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ വിചാരിച്ച്. അതായത് ഈ കിറ്റിനേലും കുറച്ചുകൂടി വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാൽ എനിക്ക് ആ പേപ്പർ ഫുള്ള് വേണ്ട, അതായിരുന്നു എനിക്ക് വേണ്ട ഒരു സൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തെടുത്ത്. ഇനിയാണ് നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേഷൻ്റെ ഏറ്റവും ഫൈനൽ പാർട്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഇമേജസും ഈ പേപ്പറിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ചാടിക്കയറി മൊത്തം ഒട്ടിച്ച് വെക്കരുത്. ആദ്യം നമ്മൾ നമ്മുടെ ഇമേജസ് എല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കണം. ചിലപ്പോൾ സൈസ് കറക്റ്റ് ആവും, ചിലപ്പോൾ സൈസ് കറക്റ്റ് ആയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് വേണം പിന്നീട് ഒട്ടിക്കാൻ. പിന്നെ ചില ഇമേജൊക്കെ നമ്മൾ അറിയാതെ രണ്ടെണ്ണമൊക്കെ പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ടൊക്കെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 2026 എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ കൂടിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഇട്ടേക്കുക. പിന്നെ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ പോയിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം. ബൈ.